പണ്ട് ദൈവശബ്ദം കേട്ടിട്ട് കാലക്രമേണ ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ, ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം നിലനിർത്തുവാൻ കഴിയാതെ, ദൈവത്തിനായി ഉപയോഗിക്കപ്പെടുവാൻ കഴിയാതെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോയ ഒത്തിരി പ്രിയപ്പെട്ടവരെ അറിയാം. അവർക്ക് വേണ്ടിയാണ് ഈ സന്ദേശം. വിശുദ്ധ വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ നാം ചിന്തിച്ച് എന്തുകൊണ്ട് ഒരിക്കൽ ദൈവശബ്ദം കേട്ടവർക്ക് പിന്നീട് കേൾക്കുവാൻ കഴിയാതെ പോകുന്നുവെന്നും എങ്ങനെ ഒരു മടങ്ങിവരവ് സാധ്യമാണോ ആകും എന്നുള്ളതുമാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ശ്രദ്ധാപൂർവം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിത്തരുന്ന ആലോചനകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എൻ്റെ വേദപുസ്തക വായനയിൽ പുതിയ നിയമത്തിൽ 2 വ്യക്തികളാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. ഈ 2 വ്യക്തികൾ, ഒരാൾ ഒരു സ്ത്രീയും മറ്റൊരാൾ ഒരു പുരുഷനുമാണ്. ഒരാൾ ഒരു സമയത്ത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടന്ന് ദൈവശബ്ദം കേട്ട ഒരാളാണ്. അദ്ദേഹത്തിന് പിന്നീട് തൊട്ടടുത്ത് വന്ന് നിന്ന് സംസാരിച്ച കർത്താവിനെ തിരിച്ചറിയാനോ തൻ്റെ ശബ്ദം തിരിച്ചറിയാനോ കഴിഞ്ഞില്ല. മറ്റൊരാൾ ഒരൊറ്റ വാക്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുകയും ദൈവമാരാണെന്ന്, യേശു കർത്താവ് ആരാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത ഒരാളാണ്. എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ചില തിരുത്തലുകൾ ആവശ്യമാണ്, ഏതെല്ലാം നിലകളിലേക്ക് നമ്മൾ മടങ്ങി വരണം എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചിന്തകളാണല്ലോ വചനം നമുക്ക് ബലം നൽകുന്നതും വചനം നമ്മെ തിരുത്തുന്നതും ദൈവത്തിങ്കിലേക്ക് നമ്മളെ മടക്കി വരുത്തുന്നതുമാണ്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ഒരു പ്രചോദനം എന്നുള്ള നിലയിലാണ് ഈ തിരുവചന സന്ദേശം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. 21-ാം അധ്യായം മുഴുവനും വിവരിക്കുവാനും വായിക്കുവാനായിട്ടുള്ള സമയത്തിന്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശനം നൽകിയ ചില ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നുവെന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ഞാൻ പറഞ്ഞ വേദപുസ്തകത്തിലെ 2 വ്യക്തികളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൽ ഒന്നാമത്തെ വ്യക്തി മറ്റാരുമല്ല, യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് യേശുവിനോടൊപ്പം നടന്നവൻ, യേശുവിന് വേണ്ടി ആവേശത്തോടെ സ്നേഹത്തോടെ കർത്താവിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്തവൻ, കൂടെ നിന്നവൻ. 12 ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെയുള്ള 3 പേർ, അഥവാ ഇന്നർ സർക്കിൾ എന്നറിയപ്പെടുന്ന യേശു ഏറ്റവും കൂടുതൽ തൻ്റെ ശുശ്രൂഷകളിൽ ചേർത്ത് പിടിച്ചവർ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവരിൽ തന്നെ പത്രോസിനെ ഇതര ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചില ആത്മീക വെളിപ്പാടുകളുടെ തുറന്നു പറച്ചിലായിരുന്നു. എല്ലാവരും യേശുവിനെ കുറിച്ച് പ്രവാചകനാണെന്നും മറ്റു കാര്യങ്ങളുമൊക്കെ പറഞ്ഞപ്പോൾ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നുള്ള ദൈവികമായ വെളിപ്പാടുകൾ, ആർക്കും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ യേശുവിനോട് പറഞ്ഞ പത്രോസിന്റെ ജീവിതത്തിന്റെ അകത്ത് എന്താണ് സംഭവിച്ചത്? ഒരിക്കൽ പത്രോസ് ദൈവശബ്ദം കേട്ടിരുന്നു എന്ന് മാത്രമല്ല, യേശുവിനോടുകൂടെ നടന്നതും മറ്റാരും പറയാത്ത, ഞാൻ പറഞ്ഞതുപോലെ ആത്മീക വെളിപ്പാടുകൾ, സ്വർഗീയ വെളിപ്പാടുകൾ യേശുവിനെ കുറിച്ച് പറഞ്ഞവനുമാണ്. പക്ഷെ പിന്നീട് പത്രോസിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സംഭവം മറ്റൊന്നുമല്ല. യേശുക്രിസ്തുവിന്റെ മരണ, അടക്ക, പുനരുദ്ധാനത്തിന് ശേഷം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ശിഷ്യന്മാരെല്ലാവരും പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. പണ്ടത്തെ കാര്യങ്ങളെല്ലാം അവർ മറന്നുപോയി. പറഞ്ഞ വാക്കുകളെല്ലാം ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിന്റെ അകത്ത് അവര് വിട്ടുപോയപ്പോൾ 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ പഴയ പണിയിലേക്ക് താൻ തിരിച്ചു പോവുകയാണ്. ഒരിക്കൽ വള്ളവും പടകും വലയും എല്ലാം വിട്ട് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നുള്ള നാഥന്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് പിൻഗമിച്ചവൻ, അനുഗമിച്ചവൻ, ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായവൻ, ആര് നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് മാത്രമല്ല, ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല, നിന്നെ വിട്ടിട്ട് പോത്തില്ലെന്ന് പറഞ്ഞ് എന്താ പറയുന്നത്, ആവേശത്തോടുകൂടി തീരുമാനങ്ങൾ എടുത്തവൻ, വലിയ വാക്കുകൾ കർത്താവിന്റെ സന്നിധിയിൽ പറഞ്ഞ ഈ മനുഷ്യൻ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ പിന്മാറ്റത്തിലേക്ക് പോവുകയാണെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം.
താൻ മാത്രമല്ല 5 പേരുടെ ഒരു കൂട്ടമാണ് 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ. ആരൊക്കെയാണ്? 1 തോമസ്, 2 നഥനയേൽ, സെബദിപുത്രന്മാർ പത്രോസ്, യാക്കോബ്, അടുത്തത് 5-ാമത്തവൻ പത്രോസാണ്. ഇവിടെ 21 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവർ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ശീമോൻ പത്രോസ് ഇവരോട് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളും വരുന്നു എന്ന് പറയുകയാണ്. അപ്പം ഇദ്ദേഹം തന്നെയാണ് ആവേശത്തോടുകൂടി ഇവരെ എല്ലാവരെയും വിളിച്ചു കൊണ്ടുപോകുന്നത്. ചില ആളുകൾ അങ്ങനെയാണല്ലേ. ചിലര് ആത്മീയതയുടെ ഉന്നതിയിലേക്ക് പോകുമ്പോൾ അവർ ആ ടോപ്പിലേക്ക് പോകും, പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും താഴെ അവസ്ഥയിലേക്ക് പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ സ്ഥിരതയോടെയുള്ള ഒരു വിശ്വാസം, സ്ഥിരതയോടെയുള്ള പ്രാർത്ഥന, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. മുൻപോട്ട് പോകാം. അപ്പം ഇദ്ദേഹം കൂടെയുള്ളവരെ കൂടെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തെ കൂടാതെയുള്ള നമ്മുടെ യാത്രകൾ, ദൈവത്തെ വിട്ടകന്ന് ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് ഓടി മാറി നാം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം വലിയ പരാജയത്തിൽ അവസാനിക്കുമെന്നുള്ള കാര്യം മറക്കരുത്. എൻ്റെ മേലും നിങ്ങളുടെ മേലും ഒരു ദൈവത്തിന്റെ വിളിയുണ്ടെങ്കിൽ ആ വിളിയെ നമ്മൾ തിരിച്ചറിയുകയും ആ വിളിക്കനുസൃതമായി ദൈവഹിതപ്രകാരമുള്ള ചുവടുകൾ വെച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വലിയ പരാജയത്തിലേക്ക് പോകും. നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമേ നമുക്ക് പിന്നീട് പറയാനായിട്ടുണ്ടാകത്തുള്ളൂ. അങ്ങനെ പോയി അധ്വാനം, അങ്ങനെ പോയി സമയം നഷ്ടമാക്കിയവരും സമ്പത്ത് നഷ്ടമാക്കിയവരും ഒരുപാട് അധ്വാനങ്ങൾ പാഴാക്കിയവരുമായവരെ അറിയാം. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ഹിതമാണ് നല്ലത്. ദൈവത്തിന്റെ വിളിക്കനുസൃതമായിട്ട് നമ്മൾ യാത്ര ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അതിന് ദൈവവചനത്തിന്റെയും ദൈവശബ്ദത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഒക്കെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ആവശ്യമാണ്. മുൻപോട്ട് പോകാം. രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശുവാകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ഈ വേദഭാഗം വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, രാത്രിയിൽ അല്ലെങ്കിൽ ഈ തിബരിയാസ് കടലിൽ വലിയ പ്രതിസന്ധിക്കകത്ത് ശിഷ്യന്മാർ പടകിൽ അകപ്പെട്ടു പോയ സംഭവങ്ങളുണ്ട്. ആ സമയത്ത് 4-ാം യാമത്തിലൊക്കെ യേശു കടലിൻ മീതെ നടന്ന് ശിഷ്യന്മാരുടെ അരികിൽ എത്തിയിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തവന്റെ പടകിലേക്ക് കടലിൻ മീതെ നടന്ന് യേശു എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. യേശു കരയിൽ നിന്നു. തിരിച്ചവർ യേശു നിന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ മാത്രമാണ് അവർക്ക് യേശുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞത്. നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ എവിടെ നിന്ന് പോയോ അവിടെ തന്നെ നമ്മൾ തിരിച്ചെത്തണം എന്നുള്ളതാണ് ഒന്നാമത് ദൈവശബ്ദം കേൾക്കുവാനായിട്ടുള്ള ആവശ്യം. എവിടെ നിന്നാണ് നമ്മൾ വീണിരിക്കുന്നത്? അതുകൊണ്ടാണല്ലോ എഫെസോ സഭയോടുള്ള ദൂത് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എവിടെ നിന്നാണ് നീ വീണതെന്ന് തിരിച്ചറിയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയാതെ പോകുന്നത്, പണ്ടൊക്കെ കേട്ടവരാണ്, ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം എവിടെയാണ് ദൈവസന്നിധിയിൽ നമ്മൾ അകന്നു പോയതെന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. വീണതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. വീണെടുത്ത് കിടന്ന് ഉരുളുകയല്ല ചെയ്യേണ്ടുന്നത്. വീണത് എവിടെയാണ് നാം ദൈവിക കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോയത്? ദൈവം നമ്മളെ വിളിച്ച വിളിയിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടോ? കേട്ട ആലോചനയിൽ നിന്ന്, ശബ്ദത്തിൽ നിന്ന് നമുക്കറിയാം നമ്മൾ എവിടെ നിന്നാണ് വീണതെന്ന്. അത് മറ്റാരുടെയും ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം, എനിക്കും നന്നായിട്ട് അറിയാം. മുൻകാലങ്ങളിൽ നമുക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞ് പോയ വഴിയിൽ മുൻപോട്ട് യാത്ര ചെയ്യുകയല്ല, ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്, ഒരു തിരിച്ചു വരവ് നമുക്ക് ആവശ്യമാണ്. തിരിച്ചവിടെ എത്തിയപ്പോൾ കരയിൽ യേശു നിന്നിരുന്നു. പക്ഷെ എന്നെ ഏറ്റവും അധികം അതിനകത്ത് ചിന്തിപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, തന്നെ വിട്ടു പോയവനെ അന്വേഷിച്ച് അവന്റെ വരവ് കാത്തു നിൽക്കുന്ന ഒരു യേശുവിനെയാണ്. എത്ര ഭയങ്കരമാണില്ലേ? ചില സമയങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലുമൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മനുഷ്യനെ പോലെയല്ല. നമ്മളെ വിട്ടിട്ട് ഒരാൾ പോയാൽ നമ്മൾ ഒരിക്കലും അവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകത്തില്ല. പക്ഷേ കർത്താവിന്റെ സ്നേഹം കണ്ടോ? 3.5 വർഷം കൂടെ നിന്നിട്ട് വിട്ടിട്ട് പോയവർ
ഇനി അവൻ പോയി അവൻ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, ഞാൻ മറ്റാരെയെങ്കിലും തെരഞ്ഞെടുത്തു കൊള്ളാമെന്നല്ല. അവന്റെ വരവ് കാത്ത് അവനെ പ്രതീക്ഷിച്ച് കരയിൽ നിൽക്കുന്ന ഒരു യേശു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ചില സമയങ്ങളിൽ നമ്മളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്താറുണ്ട് ആ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട്. കാരണം താൻ ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെയൊക്കെ ഈ സന്ദേശത്തിലൂടെയൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ദൈവം നമ്മളെ മടക്കി വരുത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ തിരിച്ചു വരുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. കടലിൻ മീതെ നടന്ന് പടകിലെത്തണമെന്നല്ല, എവിടെ നിന്ന് പോയോ അവിടേക്ക് തിരിച്ചു വരുമ്പോൾ കർത്താവ് അവിടെ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശിഷ്യന്മാർ അറിഞ്ഞില്ല. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലുതുകൊണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല. വല വീശാനായിട്ട് പറയുന്നു, വല വീശുന്നു. പെരുത്ത മീൻകൂട്ടം ഒക്കെ കിട്ടുമ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യന് ഒരു കാര്യം മനസ്സിലായി: ഇത് മറ്റാരുമല്ല, ഇത് യേശുവാണ്. കാരണം യേശുവിന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഏറ്റവും രസകരമായ കാര്യം, മുൻപ് യേശുവിനോടുകൂടെ നടന്ന, യേശു പറഞ്ഞതെല്ലാം കേട്ട് യേശുവിനോടൊപ്പം യാത്ര ചെയ്ത പത്രോസിന് അന്നേരവും മനസ്സിലായില്ല ഇത് യേശുവാണ് അവിടെ നിൽക്കുന്നതെന്ന്. നോക്കുക, യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നു ഇത് യേശുവാണ്. നഗ്നനാക കൊണ്ട് എഴുതിയിരിക്കുന്നത് കടലിൽ ചാടി എന്നുള്ളതാണ്. യേശുവിനെ വിട്ടുപോയവന് ഉടുക്കാൻ പോലും തുണിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ആത്മീയ അർത്ഥത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അവൻ എന്താ പറയുന്നത്? ഒരാത്മീകമായ ഒരു ദാരിദ്ര്യാവസ്ഥയല്ലേ അത് കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ദാരിദ്ര്യാവസ്ഥയിലേക്ക് താൻ അകപ്പെട്ടു പോയത് കർത്താവിനെ വിട്ട് പിന്തിരിഞ്ഞത് കൊണ്ടാണ്. അപ്പൊ കർത്താവ് സംസാരിച്ചിട്ടും കർത്താവിന്റെ സംസാരം തിരിച്ചറിയുവാൻ പത്രോസിന് കഴിഞ്ഞില്ല. മറ്റൊരാൾ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുന്ന ഒരു വല്ലാത്ത അധപ്പതിച്ച അവസ്ഥയിലേക്ക് തൻ്റെ ആത്മീക കാഴ്ചപ്പാടുകൾ മാറി. ഇതിനുള്ള കാരണം എന്താണ്? പൗലോസിന്റെയൊക്കെ പ്രാർത്ഥനകളിൽ കണ്ണു തുറക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ ഈ ദിവസങ്ങളിൽ തുറക്കപ്പെടട്ടെ, നമ്മുടെ പിന്മാറ്റങ്ങളെല്ലാം മാറട്ടെ. എന്നിട്ട് പിന്നീട് നമ്മൾ കാണുന്നത്, ഇവർ വരുമ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? 13-ാമത്തെ വാക്യം, 21:13. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു, മീനും അങ്ങനെ തന്നെ. നോക്കുക, സ്നേഹനിധിയായ സ്നേഹവാനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും മടങ്ങി വരവിനായി കാത്തിരിക്കുകയാണ്. നമ്മളെ ഉപയോഗിക്കാൻ ദൈവം തയ്യാറാണ്. പലപ്പോഴും തൻ്റെ ശബ്ദം നാം കേൾക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല. എന്നാൽ ഇതിൻ്റെ തൊട്ട് പിന്നിലുള്ള ഒരു വാക്യമുണ്ട്, ഒരധ്യായമുണ്ട്, 20-ാം അധ്യായം. 20-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ ശബ്ദത്തെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ. അതാരാണ്? അത് മഗ്ദലക്കാരത്തി മറിയയാണ്. 20-ാം അധ്യായം വായിക്കുമ്പോൾ അതിരാവിലെ യേശുവിന്റെ കല്ലറയ്ക്കൽ ചെന്നിട്ട് യേശു അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവദൂതന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം. ആ വാക്കുകൾ, എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം, ആ വാക്കുകൾ തന്നെ ഞാനൊന്ന് വായിച്ച് അത് തന്നെ ഒന്നെടുത്ത് ഞാൻ വായിച്ചു തരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാകും. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് ആ ഭാഗം എഴുതിയിരിക്കുന്നത്. 20-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി. നോക്കുക, എൻ്റെ കർത്താവ്, അവളുടെ സ്നേഹം കണ്ടോ? ആ കല്ലറ വിട്ട് പിന്തിരിഞ്ഞു പോകാൻ അവൾ തയ്യാറല്ലായിരുന്നു. അവളുടെ അരികിൽ കർത്താവ് വന്ന് നിന്നപ്പോൾ തോട്ടക്കാരനാണെന്നാണ് അവൾ നിരൂപിച്ചത്. പക്ഷേ മറിയേ എന്ന് പറയുന്ന ഒരൊറ്റ വിളി കേട്ടപ്പോൾ യേശുവിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ മറിയയ്ക്ക് കഴിഞ്ഞു. നോക്കുക, ഇത്രയും അധികം സംസാരിച്ച യേശുവിനെ തിരിച്ചറിയാൻ പത്രോസിന് കഴിഞ്ഞില്ല. പക്ഷേ മറിയേ എന്നുള്ള ഒരൊറ്റ വിളിയിൽ അനാഥന്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിഞ്ഞത് അവളുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ആഴമായ സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അത്താഴമെല്ലാം കഴിഞ്ഞ ശേഷം 3 തവണയാണ് പത്രോസിനോട് ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ചില സന്ദേശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരും. കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ ഏറ്റവും ആവശ്യം തികഞ്ഞ ദൈവസ്നേഹമാണ്. ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആർക്കെങ്കിലും ദൈവശബ്ദം കേൾക്കുവാൻ കഴിയാതെ തിരിച്ചറിയുവാൻ പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയുവാനുള്ള ദൈവകൃപ കൊടുക്കണം.
വലിയ ദൈവസ്നേഹം കൊണ്ട് പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തെ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും അടുത്തൊരു സന്ദേശവുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരെ ആമേൻ. ദൈവികമായ കൃപയുടെ മറവിൽ ദൈവം മറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ്.